നമസ്കാരം. ഇന്ത്യയിലെ പെട്രോൾ നയം ജനങ്ങളോടുള്ള വലിയ ചതിയും കൊള്ളയുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് പല വീഡിയോകളിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല. വാഹന ഉടമകളുടെയും സാധാരണ ജനങ്ങളുടെയും പോക്കറ്റിൽ നിന്ന് നിരന്തരം പണം തട്ടിയെടുക്കുന്ന ഈ E20 പെട്രോൾ നയം സർക്കാരിന്റെ ഏറ്റവും വലിയ അന്യായമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ശുദ്ധമായ പെട്രോൾ നൽകാൻ കഴിയില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ പറയുന്നത്. കൈമലർത്താണ്. 20% എഥനോളുകൾ ചേർന്ന ഇന്ധനം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അത് മാത്രം അത് മികച്ചതാണെന്നാണ് പറയുന്നത്. മികച്ചതല്ലാന്ന് നിങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്കത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ കോഴി ബിരിയാണി വേണ്ട, ചിലർക്ക് സദ്യയും വേണ്ടി വരും. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? 10 പേര് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ മീനും ഇറച്ചിയും കഴിക്കാത്തതുണ്ടാവും. അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ വേണ്ടേ? മറ്റുള്ളവർ മീനും ഇറച്ചിയുള്ളത് കഴിക്കുമ്പോൾ ഇവർക്ക് അതില്ലാത്തത് കൊടുക്കാൻ കഴിയണ്ടേ? അപ്പോഴേ അതൊരു റെസ്റ്റോറന്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയണം ഇത് നോൺ വെജ് മാത്രം കിട്ടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ വെജ് മാത്രം കിട്ടുന്ന അത്തരത്തിലുള്ള എത്രയോ സ്ഥലമുണ്ട്. ജനങ്ങൾ ഇപ്പോൾ വെജ് മാത്രം കഴിക്കുന്നവരില്ലേ, അവിടെ കയറി അവർ കഴിച്ചോളും. പിന്നെ നോൺ വെജ് വേണമെന്നുള്ളത് അങ്ങോട്ട് പോയിക്കോളും. ചിലപ്പോൾ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങോട്ട് പോയിക്കോളും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോളും. ഇവിടെ 20% എഥനോൾ ചേർത്ത മായം ചേർത്തിട്ടുള്ള പെട്രോൾ മാത്രമേ തരുള്ളൂ. അത് നല്ലതാണ്, അത് വേണമെങ്കിൽ കുടിച്ചോണം, ഇല്ലെങ്കിൽ വണ്ടിയെ എടുക്കണ്ടെന്ന് പറയുന്നത് തെമ്മാടിത്തരാണെന്നേ. ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കാനെന്ന വ്യാജന നടപ്പിലാക്കുന്ന ഈ നയം പഴയ വാഹനങ്ങളിൽ മൈലേജ് വൻതോതിൽ കുറയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നും കൂടി ഒരു കാറ് കത്തിയ ഒരു വീഡിയോ കണ്ടു. പെട്രോൾ കാറുകളൊക്കെ കത്താണ്. 2013 മുമ്പുള്ള കാറുകൾ മുഴുവൻ കാറുകളും കത്താണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ കത്താണ്. കാര്യം ഇതിന്റെ പൈപ്പുകളായിട്ട് മറ്റെന്തായിക്കോട്ടെ എല്ലാം കേടുവന്നിട്ട് പെട്രോൾ ലീക്കായിട്ട് കത്തിപ്പിടിക്കുകയാണ്. അറിയാമല്ലോ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. ഒരു ജീവനും വിലപ്പെട്ടതല്ലേ. അപ്പോൾ വാഹനം കത്തുക, ആൾക്കാരെ കൊല്ലുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് E20 ഇറക്കുന്നത്. താല്പര്യമുള്ള വാങ്ങുമല്ലോ, അല്ലാത്തവന് ശുദ്ധമായ പെട്രോൾ കൊടുക്കണം. സാധാരണ ഒരു സർക്കാർ നമ്മുടെ ജനങ്ങൾ നമ്മൾക്ക് വോട്ട് തന്നവർ ശുദ്ധമായ സാധനം നല്ലത് ഉപയോഗിക്കട്ടെ എന്നാണ് പറയണേ. ഇവിടെ ഒരാൾ മായം ചേർത്തിട്ട് അത് കയറ്റിയാൽ മതി എന്നാണ് പറയുന്നത്. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വേണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ എന്താ പറയാ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കട്ടാണ്. ഈ പഴയ വാഹനങ്ങളെല്ലാം മൈലേജ് വലിയ രീതിയിൽ മൈലേജ് കുറയുന്നുണ്ട്, എഞ്ചിൻ തകരാറുണ്ടാക്കുന്നുണ്ട്. ഇത് വ്യക്തമായ രാഷ്ട്രീയ വ്യവസായ താല്പര്യങ്ങളുടെ ഫലമാണ് ഇപ്പൊ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് മറ്റു ഓപ്ഷൻ നൽകാതെ ഒരു തരം പെട്രോൾ മാത്രം നിർബന്ധമാക്കുന്നത് ജനാധിപത്യത്തിന്റെ മുഖത്ത് കറുത്ത മഷി പുരട്ടുന്നതിന് തുല്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്. ഈ നയം രാജ്യത്തെ മുഴുവൻ വാഹന ഉടമകൾക്കും നേരിട്ടുള്ള ഒരു അക്രമമാണ്. ലക്ഷക്കണക്കിന് വാഹനങ്ങളുടെ പെർഫോമൻസിനെ അത് വളരെ ദോഷകരമായി ബാധിക്കും. ഇപ്പൊ എത്രയോ തെളിഞ്ഞു നിൽക്കണം. പക്ഷേ ഈ മന്ത്രിമാരും ഈ പറയുന്ന വാഹന ഉടമകളും മറ്റുള്ളവരും എല്ലാവരും കൂടെ നിരന്നിരുന്നുകൊണ്ട് അവർ പറയാണ് ജനങ്ങളൊക്കെ പൊട്ടന്മാര്. ഈ അനുഭവിക്കുന്ന വണ്ടി വഴിയിൽ കിടക്കുന്ന കംപ്ലൈന്റ് വരുന്ന ഇതിനു മുമ്പ് നമ്മളാരും വണ്ടി ഉപയോഗിച്ചിട്ടില്ലല്ലോ. പെട്രോളിനുണ്ട് ഇതിനാരും ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ E20 പെട്രോൾ വന്ന ശേഷമല്ലേ ഇവിടെ ഉള്ള ഒരു വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള വാഹനങ്ങളൊന്നും കേടുവന്നില്ല. ഇപ്പൊ E20 ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം കേടുവരുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുഴപ്പമാണ്. അങ്ങനെയാണ് പറയുന്നത്. എന്തൊരു കഷ്ടാണ്. ലക്ഷക്കണക്കിന് വാഹന ഉടമകളാണ് കുടുങ്ങി നിൽക്കുന്നത് ഇന്ത്യയിൽ. ഇതിന്റെ പിന്നില് ചില മന്ത്രിമാരുടെ കുടുംബ സ്ഥാപനങ്ങളുടെ എഥനോൾ കച്ചവടം ഉണ്ടല്ലോ, അതിന്റെ താല്പര്യങ്ങൾ അത് വളർത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ കൊള്ളയടിക്കണം. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ആര് പരിശോധിക്കണം അല്ലെ? ശുദ്ധമായ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ജനങ്ങളോട് അതിപ്പോ തരാൻ പറ്റൂല, വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നക്കിക്കോ എന്ന് പറയുന്ന സർക്കാരിന് ജനക്ഷേമത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകുന്ന പ്രതീക്ഷിക്കരുത്. ഇപ്പൊ നോക്കൂ, യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ വില അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വില അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മായം ചേർത്ത പെട്രോൾ അത് നിർബന്ധമാക്കിയിട്ട് ശരിക്കുള്ള പെട്രോളിന്റെ വില വാങ്ങിയിട്ട് അങ്ങനെയും കൊള്ളയടിക്കുകയാണ്. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കിക്കൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി വോട്ട് കൊടുത്തിട്ട് കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് കയറ്റി ഇരുത്തിയേക്കുന്നു. ഇനി ട്രക്ക് ഡ്രൈവർമാർ മുതൽ ഓട്ടോ ഡ്രൈവർമാർ വരെയുള്ള സകല മനുഷ്യരും ഈ കൊള്ളയുടെ ഇരകളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ ജനങ്ങളോട് ചോദിച്ചാൽ മതി. ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാം വോട്ടിംഗ് മെഷീനാണല്ലോ, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. ബാലറ്റ് പറ്റൂല എന്നാ പറയുന്നത്. വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടത്താതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഈ വിഷയം തന്നെ മുന്നിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ എട്ടുനിലയിൽ പൊട്ടു. ഒരു സംശയം വേണ്ട. ഇന്ത്യയിലെ ജനങ്ങളോട് നടത്തുന്ന ഈ ചതി ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, എത്ര ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു വിഷയം, ഈ ബ്ലെൻഡിങ് പെട്രോൾ ഉണ്ടല്ലോ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു എന്ന് സർക്കാരും ബാക്കിയുള്ളവർ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഈ മന്ത്രിമാരൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. കർഷകരെ പോലെ തന്നെ സാധാരണ ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു ഘട്ടമാണെന്നാണ് തോന്നുന്നത്. എഥനോൾ ബ്ലെൻഡിങ് എന്ന പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാവണം. ഒരു സർക്കാരിന് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ശരിയായ രീതിയിൽ
നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വലിയ പരാജയം എന്നല്ലാതെ എന്താ പറയാ. ശുദ്ധമായ പെട്രോൾ ആവശ്യപ്പെടുന്ന ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഒഴിവില്ല. ഞങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ തരൂ, ഞങ്ങളുടെ വണ്ടിയിൽ ശുദ്ധമായ പെട്രോൾ ഒഴിക്കണം എന്ന് പറയുമ്പോൾ അതും തരാൻ പറ്റില്ല, വേണമെങ്കിൽ എടുത്ത് നക്കട എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത നിറഞ്ഞ ഒരു വർത്തമാനമാണ് നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം വരട്ടെ, വെക്കട്ടെ. ഈ വോട്ടിംഗ് മെഷീനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കപടത കാണിക്കാതിരിക്കട്ടെ. എന്നാൽ അപ്പോൾ അറിയാലോ എങ്ങനെ വരും എന്നുള്ളത്. ജനക്ഷേമം എന്ന് പറയുന്നത് അത് പൂർണ്ണമായി മറന്നുകൊണ്ട് നടത്താനുള്ളതല്ല, ജനക്ഷേമം നടത്തുമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പിടിച്ച് കയറ്റിയെടുത്തേക്കുന്നത്. പക്ഷെ ഇപ്പോ ഉള്ള സർക്കാർ പ്രതിനിധികൾ, നമ്മുടെ മന്ത്രിമാരൊക്കെ ജനക്ഷേമം പൂർണ്ണമായിട്ട് മറന്നുകൊണ്ടുള്ള ഒരു നയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നയം ഇന്ത്യയിലെ ജനങ്ങളോടുള്ള വഞ്ചന തന്നെയാണ്, ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. പെട്രോളിയം മന്ത്രാലയം നൽകുന്ന വിശദീകരണങ്ങൾ എന്തിനാണത്? അതൊന്നും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല. ലോകത്തിന്റെ മറ്റിടങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യാനുസരണം ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയിൽ മാത്രം അത് പറ്റൂല. ഇന്ത്യയിൽ മാത്രം E20 മാത്രം മതി. അത് വേണമെങ്കിൽ എടുത്ത്, നേരത്തെ പറഞ്ഞ പോലെ നക്കിയാൽ മതി, വേണമെങ്കിൽ എടുത്ത് നക്ക് എന്നാണ് പറയുന്നത്. ഒരു നായ്ക്കളോട് പറയുന്നത് പോലെയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത്. ഈ രാജ്യത്തെ വാഹന ഉടമകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള കൊള്ളയാണത്. ഈ ചതി ഇനിയും തുടരാൻ അനുവദിക്കരുതെന്നാണ് പറയാനുള്ളത്. ജനങ്ങള് ജാഗ്രതയോടെ ഒന്നിച്ചു നിന്ന് ഈ ജനദ്രോഹ നയത്തിനെതിരെ ശബ്ദമുയർത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈനംദിന യാത്രകൾ പോലും സാധാരണക്കാരന് വലിയ ഭാരമായി മാറുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിപ്പോകും. സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന ഒരു ഉറപ്പുമില്ല. ഒരു പെട്രോൾ കാർ എടുത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഒരു ഉറപ്പും പറയാനില്ല. ചിലപ്പോൾ അതിനിടയിൽ കത്തി തീർന്നു വരും. സർക്കാരിന് ജനങ്ങളുടെ വേദന മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചരിത്രം അവരെ ക്രൂരമായി വിധിക്കും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് E20 പെട്രോൾ ഇതിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം മതി. ഈ 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിച്ച് ഇന്ത്യ എന്തൊക്കെ ആക്കി തീർക്കാന്ന് കരുതി ഇപ്പോ ഒരല്പം തൂക്കക്കായി നിൽക്കുന്ന ഈ ഭരണ സംവിധാനത്തെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എറിയാൻ. Different angles. Don't forget to subscribe and support this channel.